السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ ഈ പള്ളിയിൽ നമ്മെല്ലാം ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെ ഒരുമിപ്പിക്കട്ടെ. നമ്മിൽ വന്നപോലെ എല്ലാ പാപങ്ങളും കാരുണ്യവനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. അള്ളാഹു ഈ ദുനിയാവിൽ ഇനി നമുക്ക് നൽകുന്ന ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി ജീവിച്ചു തീർക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിന്റെ നമ്മുടെ ജീവിതത്തിൽ അഖിലവും അല്ലാഹു സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകത്ത് പ്രതിവർഷം 8 ലക്ഷത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ സർവേ. ഒരു വർഷം ലോകത്ത് സ്വയം മരിക്കുന്നത് 8 ലക്ഷം പേരാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ശരാശരി ഒരു വർഷത്തിൽ 6% ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. അത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് വിദ്യാസമ്പന്നരുള്ള, ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുള്ള, സാക്ഷര കേരളത്തിൽ 12.6%. അഥവാ ദേശീയ തലത്തിലുള്ളതിന്റെ ഇരട്ടിയേക്കാൾ കൂടുതലാണ് നമ്മളുടെ കേരളത്തിലെ ആത്മഹത്യാ പ്രവണത എന്നുള്ളത്. പരിശുദ്ധമായ ഇസ്ലാം ആത്മഹത്യയെ കാണുന്നത്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ പുതിയ തലമുറയ്ക്ക് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുസ്ലിമീങ്ങളിടയിൽ തന്നെ പഴയതിനേക്കാൾ കൂടുതൽ ഈ ആത്മഹത്യാ പ്രവണത ഉണ്ടാവുകയാണ്. കാരണങ്ങൾ ഒരുപാടുണ്ടാകാം. ചിലർ കടക്കെണിയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, അപകർഷതാബോധത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരെ കാണാം, ദാമ്പത്യ പരാജയത്തിന്റെ പേരിൽ, പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ, പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഒരു പെൺകുട്ടി 200 രൂപ വാപ്പ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. 200 രൂപ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അത്രയും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ വരെ ആത്മഹത്യ നടക്കുന്ന ഒരു കാലത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്? മരണത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് പോയിട്ട് മരിക്കാൻ കൊതിക്കുക പോലും ചെയ്യരുത്. ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് സ്വയം പറയുക പോലും പാടില്ല. ലാ യതമന്നാ അഹദകുമുൽ മൗത്ത്, നിങ്ങൾ ആരും മരിക്കാൻ കൊതിക്കരുത്. ശഫീഉനാ റസൂലുള്ളാഹ്, മരിക്കാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കേണ്ട. കാരണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അത് നിങ്ങൾക്ക് ജീവൻ തന്ന അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അത് അവന്റെ തീരുമാനമാണ്.
നിങ്ങൾ ജനിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലാത്തതുപോലെ നിങ്ങൾക്ക് മരിക്കാനുള്ള തീരുമാനമെടുക്കാനും അവകാശമില്ല. ജനിച്ചത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല, അതുപോലെ മരിക്കാനും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അവകാശമില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നല്ലവനായിരിക്കും, അല്ലെങ്കിൽ മോശപ്പെട്ടവനായിരിക്കും. രണ്ടാമൊരവസ്ഥയാണല്ലോ എല്ലാവർക്കും. ഒന്നുകില് അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്ത് തഖ്വയോടെ ജീവിക്കുന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതം അവന്റെ നന്മകൾ അധികരിക്കാൻ കാരണമാണ്. ഇനി മോശപ്പെട്ടവനാണെങ്കിലോ തിന്മകൾ ചെയ്ത് ജീവിക്കുന്നവനാ, അവനും മരിക്കേണ്ട കാര്യമില്ല. കാരണം അവന് വീണ്ടും ആയുസ് കിട്ടിയാൽ ആ ആയുസ്സിൽ നന്നാവാൻ, തൗബ ചെയ്യാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവന് അവസരമുണ്ടാകും. അപ്പൊ നല്ലവരാകട്ടെ മോശപ്പെട്ടവരാകട്ടെ ദുനിയാവിൽ ഒരു ദിവസമെങ്കിലും ആയുസ് കൂട്ടുകിട്ടിയാൽ അതവനക്ക് ഖൈറായിരിക്കും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരുപക്ഷെ ആളുകൾ മരണത്തെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആത്മഹത്യ എന്താ, ദുനിയാവിന്റെ ഏതെങ്കിലും കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും. ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ജീവിതത്തിന്റെ വാതിലുകളും അടയുമ്പോൾ, എല്ലാ വഴിയും മുട്ടുമ്പോൾ അവന്റെ മുമ്പിൽ ഇനി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ആത്മഹത്യ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഘട്ടം. അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ദുനിയാവിലെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങളോട് വിട പറയാൻ, അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ആത്മഹത്യയെങ്കിൽ അതിനുശേഷം നിന്നെ കാത്തിരിക്കുന്ന ജീവിതം ദുനിയാവിൽ നീ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അല്ലേ? ഈ ദുനിയാവിലെ പരീക്ഷണങ്ങൾക്കൊരു അറുതിയുണ്ട്, ദുനിയാവിലെ വേദനകൾക്കൊരു അവസാനമുണ്ട്, ദുനിയാവിലെ ഏത് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത ഒരുപാട് പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ, ദുഃഖങ്ങളുടെ നാളുകളാണ് മരണാനന്തരം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പരലോകമെന്ന് പറയുന്നത് അനന്തമാണ്. അതിനൊരു അവസാനമില്ല. അവിടെ വരുന്ന ശിക്ഷകൾക്കൊരു അറുതിയില്ല. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ആത്മഹത്യ എന്നുള്ളതൊരു പരിഹാരമേ അല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളാണ്, ലാ യതമന്ന അഹദുകും ബിൽ മൗത്ത്. നിങ്ങൾ ആരും റബ്ബേ എന്നെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യരുത്, മരിക്കാൻ ആഗ്രഹിക്കരുത്. ചില സത്യവിശ്വാസികൾ തന്നെ ചിലപ്പോ കഠിനമായ രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് മരിച്ചാലും വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു പോകും. അങ്ങനെ പറയാവോ? പാടില്ല. എത്ര ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയാലോ, എത്ര വലിയ പരീക്ഷണത്തെ നേരിടേണ്ടി വരുന്ന വന്നാലും മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യരുത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഥവാ ജീവിതം വല്ലാത്ത കഷ്ടപ്പാട്, പ്രയാസമാണ്, ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത് പക്ഷേ രോഗം കൊണ്ടാകാം, മറ്റ് മാനസികമായ പ്രയാസങ്ങളാകാം. എന്നാൽ നീ റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്യണേ, അല്ലാഹുമ്മ ഇൻ കാനൽ ഹയാതു ഖൈറൻ ലീ ഫഅഹിനി. അല്ലാഹുവേ, എനിക്ക് മുന്നോട്ടുള്ള ജീവിതമാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. വ ഇൻ കാനൽ മമാതു ഖൈറൻ ലീ ഫഅമിത്നി. അതല്ല, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എനിക്ക് ഈമാനുള്ള മരണം തരണമേ. അവിടെയും മരിക്കാനല്ല ദുആ. ഒന്നാമത് ഹയാത്താണ് എനിക്ക് ഖൈറെങ്കിൽ, എന്റെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ മാറ്റി എനിക്ക് നീ നല്ല ജീവിതം തരണം. അതല്ല, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ ഫഅമിത്നി, എന്നെ നീ ഈമാനോടുകൂടി മരിപ്പിക്കണമേ. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കളുടെയിലും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ സഹിച്ചവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരുണ്ട്. അവരൊക്കെയും പറഞ്ഞത് എന്താണ്? മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ദീനിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചയാളാണ്. ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കാണ്, ലൗലാ അന്ന റസൂലല്ലാഹി നഹാനാ അൻ നദഉ ബിൽ മൗത്ത്.
അള്ളാഹുവിന്റെ റസൂല് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യരുതേ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, മരിക്കുവാനുള്ള ദുആഇനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ലദഅഉതു ബിഹി, ഞാൻ മരണത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. ഞാൻ മരിപ്പിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അവർ അനുഭവിച്ച കഷ്ടപ്പാട്, പ്രയാസങ്ങൾ എത്രയായിരിക്കും? എന്റെ പ്രിയമുള്ളവരെ, ചുരുക്കത്തിൽ ഒരു മുഅ്മിനിന് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ആത്മഹത്യ പരിഹാരമേ അല്ല, ആത്മഹത്യ അനുവദനീയമേ അല്ല. ആത്മഹത്യ എന്ന് മാത്രമല്ല, നിന്റെ ജീവനോ നിന്റെ ആരോഗ്യത്തിനോ ഹാനികരമാകുന്ന, ഭീഷണിയാകുന്ന ഒരു കാര്യവും ചെയ്യരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ജീവനെന്നല്ല, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ കാരണമാകുന്ന അതൊരു ഭക്ഷണമാകട്ടെ, മറ്റേതെങ്കിലും ജീവിതത്തിന്റെ വഴികളാകട്ടെ, നീ അതിലേക്ക് കടക്കരുത്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങളുടെ ശരീരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം ഹറാമാണെന്ന് നമുക്കൊക്കെ അറിയാം. കാരണം അതിലൂടെ ഒരുപാട് തിന്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഖുർആൻ നിരോധിച്ചതാണ്. എന്നാൽ പുകവലിക്കുന്ന കാര്യമോ? എന്തുകൊണ്ടാണ് പുകവലിക്കാൻ പാടില്ല, ഹറാമെന്ന് പറയണം? അതുകൊണ്ട് ലഹരിയില്ലെങ്കിലും, അതുകൊണ്ട് നിനക്ക് മറ്റേതെങ്കിലും ആത്മീയ വഴിയിൽ പ്രശ്നങ്ങളില്ലെന്ന് തോന്നിയാലും, പക്ഷെ അത് നിന്റെ ശരീരത്തിന്, ആരോഗ്യത്തിന് പ്രശ്നമാണ്. അല്ലേ? ആർക്കെങ്കിലും ഒരാൾ അറ്റാക്ക് വന്നിട്ട് ഡോക്ടറെ കണ്ടാൽ അവർ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? പുകവലിക്കുന്നുണ്ടെന്നല്ലേ ഒരാൾ ചോദിക്കുക, അല്ലേ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താ? ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ വലാ തുൽഖൂ ബൈദീകും ഇലത്തഹ്ലുക, നിങ്ങളുടെ ശരീരങ്ങളെ നാശങ്ങളിലേക്ക് കൊണ്ടിടരുത്. നിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലാഹു തന്ന ജീവനും അല്ലാഹു തന്ന ആരോഗ്യവും അതുപോലെ നിലനിർത്തേണ്ടത് നിന്റെ ബാധ്യതയാണ്. ഇപ്പോ ബ്ലോക്ക് ഉള്ള ഒരാളിന് അയാൾ ഡോക്ടർ പറയാണ് നിങ്ങൾ റെഡ് മീറ്റ് കഴിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് കഴിക്കാൻ പാടില്ല. കാരണം എന്റെ ആരോഗ്യത്തിന് പ്രശ്നം വരുമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ വിശ്വസിച്ചുകൊണ്ട് അത് ഒഴിവാക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് ഒരു മുസ്ലിമിന്, ഒരു നല്ല മുസ്ലിമിന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം ദുനിയാവിലെ ജീവിതം, ആയുസ്, അത് ഏറ്റവും വിലപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? തൂബാ, അള്ളാഹുവിന്റെ സർവമംഗളവും ആയുസ് നീട്ടിക്കിട്ടിയവൻ, എന്നിട്ട് അവന്റെ പ്രവർത്തനങ്ങളും ഖൈറായി. ദുനിയാവില് അല്ലാഹു തആല ദീർഘനാൾ ജീവിക്കാനുള്ള അവസരം കൊടുത്തു. ആ ദീർഘനാൾ ജീവിക്കുമ്പോൾ നല്ലത് ചെയ്ത് ജീവിക്കാനുള്ള അവസരം കിട്ടിയാൽ അവനാണ് സർവസ്വാഗതമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും, അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. ഇപ്പൊ ഒരാള് ഉളു എടുക്കേണ്ട ഒരാള്, അല്ലെങ്കിൽ കുളിക്കേണ്ട ഒരാള്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിഖ്ഹിൽ, ഉളു എടുക്കുമ്പോൾ കയ്യിലോ കാലിലോ മുറിവോ മറ്റോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവൻ വെള്ളം നനഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ താമസം വരും. അല്ലെങ്കിൽ അവന്റെ ശരീരപ്രകൃതി അനുസരിച്ച് വെള്ളം ഉപയോഗിച്ചാൽ അവൻ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും, അലർജി ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണ്ട? വെള്ളം ഉപയോഗിക്കേണ്ട, മറിച്ച് അവൻ തയമ്മം ചെയ്താൽ മതി. ആലോചിച്ച് നോക്കിയേ. കാരണം അവന്റെ ശരീരത്തിന്, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു കാര്യം ഇബാദത്തിൽ പോലും ചെയ്യണ്ട. ഖുർആൻ പറഞ്ഞല്ലോ, റമളാൻ മാസത്തിൽ നിങ്ങൾ രോഗികളാണെങ്കിൽ ആ രോഗത്തെ നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട്, ആ രോഗത്തെ നിങ്ങൾ ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ നിങ്ങൾ നോമ്പെടുക്കണ്ട. നിങ്ങൾക്ക് രോഗം മാറിയതിനു ശേഷം നോമ്പെടുത്തോ. ഇതൊക്കെ ഇളവന്താണ്. നിങ്ങളുടെ ശരീരത്തിന് ദോഷമുണ്ടാകുന്നതൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം അല്ലാഹു തആല തന്ന ആയുസ്, അല്ലാഹു തന്ന ആരോഗ്യം ആ ദുനിയാവിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്താണ്, അനുഗ്രഹമാണ്. അത് നിലനിർത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കൊല്ലരുത്, ആത്മഹത്യ നിങ്ങൾ ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ്
റളിയല്ലാഹു തആല അൻഹു സലാസിൽ എന്ന് പറയുന്ന യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ രാത്രി അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനം ഉണ്ടായി. നല്ല കഠിനമായ തണുപ്പുള്ള സമയമാണ്, കുളിക്കാൻ കഴിയില്ല, അത്രയും വലിയ തണുപ്പ്. കുളിച്ചു പോയാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, ചിലപ്പോ കിടന്നു പോകും, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. ഈ സന്ദർഭത്തിൽ അദ്ദേഹം വിചാരിച്ചു തയമ്മം ചെയ്തുകൊണ്ട് നിസ്കരിക്കാമല്ലോ. തയമ്മം ചെയ്ത് നിസ്കരിച്ചു, സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചു. എന്നിട്ട് ഈ വിവരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, നബിയെ, കഠിനമായ തണുപ്പ് കാരണം ജനാബത്തായി എനിക്ക് കുളിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ തയമ്മം ചെയ്തു. നബി തങ്ങൾ പെട്ടെന്ന് ചോദിച്ചു, അംറേ, നീ ജനാബത്തുകാരനായി നിസ്കരിച്ചോ എന്ന്. അപ്പോ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറഞ്ഞു, നബിയെ, ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കൊല്ലരുതെന്ന്. നബിയെ, ആ ആയത്തിന്റെ വെളിച്ചത്തിലാണ്. അപ്പൊ നിങ്ങളുടെ ശരീരങ്ങൾക്ക് കേടുണ്ടാകുന്നതും ചെയ്യരുതെന്നല്ലേ പറഞ്ഞത് ഖുർആൻ? ആ ആയത്തിന്റെ വെളിച്ചത്തിലാണ് നബിയെ ഞാൻ കുളിക്കാതെ തേമം ചെയ്തത് എന്ന്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം അംർ ഇബ്നുൽ ആസ് പറയുന്നത് കേട്ടിട്ട് റസൂലുള്ളാഹി ചിരിച്ചു. മറുത്തൊന്നും നബി തങ്ങൾ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം, നിന്റെ വ്യാഖ്യാനം ശരിയെന്നാണ്. അത്രത്തോളം ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും നിന്റെ ആരോഗ്യത്തിനോ ശരീരത്തിനോ കേടുവരുന്ന ഒന്നും ചെയ്യണ്ട. അങ്ങനെ പറയുന്ന ഇസ്ലാം ഏതെങ്കിലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ ജീവൻ പൊലിഞ്ഞു കളയാൻ, ആത്മഹത്യ ചെയ്യാൻ എവിടെയെങ്കിലും പറയോ? അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അത് വലിയ ഗൗരവമുള്ളതാണ്. ദുനിയാവിൽ നീ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത്, അതേ രൂപത്തിലുള്ള ശിക്ഷ നാളെ നരകത്തിൽ അല്ലാഹു നിനക്ക് തരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒരാള് കത്തികൊണ്ട് ശരീരത്തിലേക്ക് സ്വയം കുത്തി ഇറക്കിയിട്ട് മരിച്ചാൽ നാളെ പരലോകത്ത് നരകത്തിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ആവർത്തിച്ച് അവന്റെ ശരീരത്തിലേക്ക് കത്തി സ്വയം കുത്തി ഇറക്കിയിട്ട് മരിക്കലാണ്. വീണ്ടും ജീവൻ കൊടുക്കും, വീണ്ടും ചെയ്യണം. തൂങ്ങി മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് പരലോകത്ത് നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷ അതായിരിക്കും, സ്വയം തൂങ്ങി മരിച്ചുകൊണ്ടിരിക്കുക. അക്കാലത്തും പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. അത്രയും വലിയ ശിക്ഷയുള്ള കാര്യമാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ ചിന്തിക്കാൻ കഴിയില്ല. പുതിയ തലമുറയുടെ മക്കൾ രണ്ട് കാരണമൊന്നും അവരുടെ മനസ്സിന് ഒന്നിനെയും താങ്ങാൻ കഴിയില്ല. മറ്റൊന്ന്, ഹൃദയത്തിൽ ഈമാനില്ല. ഹൃദയത്തിൽ ഈമാനില്ലാത്തതിന്റെ പേരില. പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുതിർന്നവരാണ്, എന്നാൽ നമ്മളുടെ മക്കളെയും ചെറുമക്കളെയും എപ്പോഴും നമ്മൾ പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. ഈമാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയാൽ ജീവിതം എല്ലാ തരത്തിലും ഇതുപോലെ അസ്തമിച്ചു പോകും. അതുകൊണ്ട് പരലോകമുണ്ട്, ഖബറുണ്ട്, അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്. ഈ ദുനിയാവിലെ ജീവിതം മാത്രമല്ല മനുഷ്യന്റെ ജീവിതം, ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ആത്മഹത്യയുടെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു സഹാബി ഇതുപോലെ മനുഷ്യൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് വന്നു. നബി തങ്ങൾ അന്വേഷിച്ചു എങ്ങനെയാണ് മരിച്ചത്. അവരോട് പറയപ്പെട്ടു, നബിയെ, സ്വന്തമായിട്ട് മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന അമ്പ് തന്റെ ശരീരത്തിലേക്ക് കുത്തിറക്കിയിട്ടാണ്. നബി തങ്ങൾ പറഞ്ഞില്ല, ഉസല്ലി അലൈഹി, ഞാൻ അവന്റെ മേൽ നിസ്കരിക്കുന്നില്ല, നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക. ആത്മഹത്യ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ മേൽ മയ്യിത്ത് നിസ്കരിക്കണം. നാട്ടിലുള്ള ആരെങ്കിലൊക്കെ മയ്യിത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്, നിസ്കരിക്കണ്ട എന്നല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടബാധ്യതയോടുകൂടി മരിച്ച മനുഷ്യന്റെ മേൽ നബി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല, കടം വീടിയിട്ട് ഞാൻ നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇതുപോലെ ആത്മഹത്യ ചെയ്ത ഒരാളിന്റെ മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. സഹാബാക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും മുഴുവൻ മുസ്ലിമീങ്ങളെയും ഇത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ.